നമസ്കാരം. തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുള്ള 37 രൂപ മാത്രം വിലയുള്ള ഒരു NBFC സ്റ്റോക്കാണ് പൈസാലോ ഡിജിറ്റൽ. പൈസാലോ ഡിജിറ്റൽ കഴിഞ്ഞ ദിവസവും ഇൻട്രാഡേയിൽ 1% ഉയർന്നിരുന്നു. 3300 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 16.15, ഡിവിഡൻഡ് യിൽഡ് 0.27%. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ലോ 29, 52 വീക്ക് ഹൈ 63, 52 വീക്ക് ലോയ്ക്കടുത്ത് സ്ട്രോങ് ബേസ് ഫോം ചെയ്തതിന് ശേഷം ഹയർ സൈഡിലേക്ക് നീങ്ങാൻ ശ്രമിക്കുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് പൈസാലോ ഡിജിറ്റൽ. ലോ ഇൻകം ഗ്രൂപ്പിന് ആവശ്യമായിട്ടുള്ള ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ NBFC കമ്പനിക്ക് 4380-ലധികം ടച്ച് പോയിൻറ്റും 22-ലധികം സ്റ്റേറ്റുകളിൽ പ്രസൻസുമുണ്ട്. ഹൈടെക് കസ്റ്റമർ സെൻട്രിക് അപ്രോച്ച് വെച്ച് പുലർത്തുന്ന കമ്പനി സ്കേലബിൾ സൊല്യൂഷൻസ് വഴി കമ്പനിയുടെ ബിസിനസ് മോഡലിലെ റിസ്ക് കുറയ്ക്കുകയും ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ഗവർണൻസും റെഗുലേറ്ററി കംപ്ലയൻസും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു. NBFC സെക്ടറിലെ പൈസാലോ ഡിജിറ്റൽ എന്ന സ്റ്റോക്ക് നാളെ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനുള്ള പ്രധാന കാരണം വെള്ളിയാഴ്ച ഈ കമ്പനിയുടെ പ്രൊമോട്ടർ കമ്പനിയിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചതാണ്. പൈസാലോ ഡിജിറ്റൽ എന്ന കമ്പനിയുടെ പ്രൊമോട്ടർ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട ഇക്വിലിബ്രേറ്റഡ് വെഞ്ചർ എന്ന കമ്പനിയാണ് വെള്ളിയാഴ്ച ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ വഴി പൈസാലോ ഡിജിറ്റലിൻ്റെ 54 ലക്ഷം ഷെയറുകൾ വാങ്ങിയത്. ഇതുവഴി ഇക്വിലിബ്രേറ്റഡ് വെഞ്ചർ എന്ന കമ്പനി ഹോൾഡ് ചെയ്യുന്ന പൈസാലോ ഡിജിറ്റൽ എന്ന കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 19.94% നിന്നും 20.5% ഉയരുകയും ചെയ്തു. റീസെൻ്റ്ലി SBI ലൈഫ് ഉൾപ്പെടെയുള്ള പല പ്രമുഖ കമ്പനികളും പൈസാലോ ഡിജിറ്റൽ എന്ന കമ്പനിയിൽ പൊസിഷൻ എടുക്കുകയും ചെയ്തിരുന്നു. കൂടാതെ കമ്പനി നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ വഴി 75 കോടി രൂപയുടെ ഫണ്ട് റീസെൻ്റ്ലി റൈസ് ചെയ്യുകയും ചെയ്തു. സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ടെക്നിക്കലി അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്ന സ്റ്റോക്കാണ്. ROE 13%, വാല്യൂഷൻ 16.5, 3 വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 25%, പ്രോഫിറ്റ് ഗ്രോത്ത് 36%. കമ്പനിയിൽ FIS തുടർച്ചയായി അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തുന്നുണ്ട്. 8% നിന്നും 20%ലേക്കാണ് സെപ്റ്റംബർ ക്വാർട്ടറിൽ FIS സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയത്. DISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 10 നിന്നും 7%ലേക്ക് ഇടിഞ്ഞിട്ടുണ്ട്. പബ്ലിക്കിന് 30%, പ്രൊമോട്ടേഴ്സിന് 41%-നടുത്ത് സ്റ്റേക്ക് ഹോൾഡിംഗുമാണുള്ളത്. കൂടാതെ ബിസിനസ് മോഡൽ നോക്കുകയാണെങ്കിലും അട്രാക്റ്റീവാണ്. പൈസാലോ ഡിജിറ്റൽ എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 32 രൂപ 50 പൈസ വളരെ പ്രധാനപ്പെട്ടൊരു സപ്പോർട്ടാണ്. റീസെൻ്റ്ലി സ്റ്റോക്കിന് 32-നടുത്ത് സ്ട്രോങ് സപ്പോർട്ട് ലഭിക്കുകയും അവിടെ നിന്നും സ്റ്റോക്ക് 37 വരെ ഉയരുകയും ചെയ്തു. ഇവിടെ നിന്നും 40 എന്ന ലെവലിനെ റീടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. 42-ന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഫർദർ അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാം. രണ്ടാമത്തേത് ലെൻസ്കാർട്ട് സൊല്യൂഷൻസ് ലിമിറ്റഡ് ആണ്. 411 രൂപ വിലയുള്ള ലെൻസ്കാർട്ട് റീസെൻ്റ്ലി മാർക്കറ്റിൽ ലിസ്റ്റഡായ കമ്പനിയാണ്. അതേസമയം 71,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 187. 52 വീക്ക് ഹൈ 438, 52 വീക്ക് ലോ 386. ലെൻസ്കാർട്ട് സൊല്യൂഷൻ എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് ശനിയാഴ്ച പുറത്തു വന്നിരുന്നു. ഈ കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാം. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് റവന്യൂ 23% വർദ്ധിച്ച് 21,446 മില്യണിലേക്ക് എത്തുകയും ഹാഫ് ഇയറിലുള്ള റവന്യൂ 25.3% വർദ്ധിച്ച് 41,788 മില്യൺ രൂപയായി ഉയരുകയും ചെയ്തു. കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇയർ ഓൺ ഇയറിൽ 49.6% വർദ്ധിച്ച് 1,130 മില്യൺ രൂപയായി ഉയർന്നിട്ടുണ്ട്. പ്രോഫിറ്റ് മാർജിൻ 2.9% നിന്നും 4.6%ലേക്ക് ഉയരുകയും എബിറ്റ ഇയർ ഓൺ ഇയറിൽ 19.5% വർദ്ധിക്കുകയും ചെയ്തു. കൂടാതെ ലെൻസ്കാർട്ട് എന്ന കമ്പനി സ്മാർട്ട് ഗ്ലാസ് സെഗ്മെൻറ്റിലേക്കും അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. റീസെൻ്റ്ലി കമ്പനി 255 പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യുകയും ചെയ്തു. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ ജെഫ്രീസ് ഉൾപ്പെടെയുള്ള പല ബ്രോക്കേജ് ഏജൻസികളും സ്റ്റോക്കിൽ ബുള്ളിഷ് ഔട്ട്ലുക്കും ബൈ എന്ന റേറ്റിംഗും നൽകിയിട്ടുണ്ട്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 400 വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടാണ്. 430 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആണ്. 430-ന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ 480, 500 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരാനുള്ള പോസിബിലിറ്റിയുമുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്